കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഞാൻ എൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരുപാട് വർഷത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയൊരു ദുശ്ശീലം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു കഫേയിലിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ എന്നോടൊന്ന് ചോദിച്ചു, നിങ്ങളൊരു യൂട്യൂബർ ആണോ എന്നുള്ളത്. അത് ഒരു സിമ്പിൾ ചോദ്യമായിരുന്നെങ്കിലും അതെനിക്കൊരു സൈൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാതെ ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആവാണ്ട് പോകാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവം, എനിക്കിഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ എടുത്ത് ചാടുക എന്നുള്ളതാണ്. മിക്കപ്പോഴും ഈ എടുത്തു ചാട്ടം കാരണം ഒരുപാട് തവണ കാര്യങ്ങൾ പെടാനും നിർത്താനും തുടങ്ങാനും അങ്ങനെ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അന്നും ഉണ്ടായത് അത് തന്നെയാണ്. ഞാനൊരു തീരുമാനം എടുത്ത് ചാടി ആ കാര്യങ്ങൾ പിന്നെ എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളത് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ആ ഒരു വീഡിയോ ക്രിയേഷൻ ജേണി അഥവാ കോണ്ടൻറ് ക്രിയേഷൻ ജേണി ഒരു 1-2 മാസമായപ്പോഴേക്കും ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സുഹൃത്തിനെ കാണുകയുണ്ടായി. ഈ പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനൊരു പോഡ്കാസ്റ്ററാണെന്നുള്ളത്. എനിക്കൊരു മലയാളത്തിലൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ പേര് ആഫ്റ്റർ അവേഴ്സ് മലയാളീസ് എന്നാണ്. ഞാനതിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് കോൺടാക്ട്സിലേക്ക് വരുന്ന സമയത്ത് എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനൊരു പോഡ്കാസ്റ്ററാണ്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ. ഞാൻ ഒരുപാട് വർഷം ഒരു പോഡ്കാസ്റ്റിൻ്റെ അഥവാ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിൻ്റെ വലിയൊരു ഫാനാണ്, അതൊരു ജങ്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴെങ്കിലും എനിക്കൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് തുടങ്ങണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സ്വപ്നം കൂടിയായിരുന്നു. അങ്ങനെ മാർച്ച് 18 ആ ഒരു സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്. എൻ്റെ മനസ്സിലൊരു തോട്ട് വരുന്നതും ഞാൻ ചിന്തിക്കുകയാണ്, ഓക്കെ, മലയാളത്തിൽ പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം വൈ ഡോണ്ട് ഐ സ്റ്റാർട്ട് എ പോഡ്കാസ്റ്റ് ഇൻ മലയാളം എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പം എന്നത്തെയും പോലെ ഒരു എടുത്തുചാട്ടം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുകയാണ്, ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി നെയിംഡ് ആസ് ദ മല്ലു ഷോ. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഞാൻ ഏപ്രിലിൽ ഒരു ട്രെയിലർ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് ഞാനൊരു ട്രെയിലർ റിലീസ് ചെയ്തിട്ട് പറയുകയാണ് ഞാനൊരു പോഡ്കാസ്റ്റ് തുടങ്ങാനുള്ളത്. എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ഇറക്കുന്നത് മെയ് 6-ാം തീയതിയാണ്. സോ അന്ന് തൊട്ട് ഇന്നേക്കും വരെ ഒരു വർഷം തികയാണ്. ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ മറിയാണ്. അന്ന് എൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡ് വളരെ മോശമായിരുന്നു. ഫസ്റ്റത്തെ വീഡിയോ വളരെ മോശമായിരുന്നു. എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ വീഡിയോ എടുക്കണം എന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എന്താണ് പോഡ്കാസ്റ്റ് എന്നുള്ളതല്ലാതെ എങ്ങനെയെന്നുള്ളൊരു ചോദ്യം എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അന്ന് ഒരുപാട് രീതിയിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ കുറച്ച് എപ്പിസോഡ് കേട്ടെന്ന് എനിക്ക് മനസ്സിലാവും വളരെ ബോറിംഗ് ആണ്. ആൻഡ് ഇന്നും എനിക്ക് കാര്യങ്ങൾ അറിയുമെന്ന് വെച്ചാൽ ഇന്നും എനിക്കറിയില്ല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഞാനിവിടെ ഇരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ആക്ച്വലി ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്നുള്ളതും നമ്മൾ ഒരു വർഷം തികയുന്ന ഒരു എപ്പിസോഡാണ് ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് എന്നുള്ളത്. ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലാവും. ഞാൻ പൊതുവേ ഞാനൊരു ഇമോഷണൽ ബേബിയാണ്, അതൊരു ക്രൈ ബേബിയാണെന്നൊക്കെ പറയുക. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, ഞാൻ പെട്ടെന്ന് കരയും. ആൻഡ് ഞാൻ മിനിയാന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പോട്ടിഫൈ എടുത്തിട്ട് ഞാനിങ്ങനെ നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞ മെയ്യിലാണ് ഞാൻ എപ്പിസോഡ് ഇറക്കിയത്. മെയ് 6-ാം തീയതിയാണ് ആദ്യത്തെ എപ്പിസോഡ് ഇറക്കിയത്, ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഇറക്കിയെന്നുള്ളത്. അത് ചിന്തിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി എന്നുണ്ടായിരുന്നത് എൻ്റെ ഒരു വലിയ ദുശ്ശീലം അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. ആ ദുശ്ശീലം എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്വിറ്റിംഗ് എന്നുള്ളതാണ്. ഞാൻ എന്നും വലിയൊരു ക്വിറ്ററായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറേ ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ആക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. കുറേ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്, കുറേ ഡ്രാമാസ് ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ പകുതിക്കിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. 5-6 സ്റ്റാർട്ടപ്പ്സ് തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ പകുതിക്ക് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് പിന്നെ അത് നടക്കില്ല, ഞാൻ പല എടുത്ത കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ റോങ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലുള്ള പല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാം എടുത്തുചാട്ടത്തിൻ്റെ ബേസിലാണ്. ആ ഒരു ശീലം, ആ ഒരു കാര്യത്തിൽ എനിക്കൊരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുക, അഥവാ എൻ്റെ ഒരു ക്വിറ്റിംഗ് എന്നുള്ളൊരു ഹാബിറ്റ് മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ തുടങ്ങിയത്. ഒരു വർഷമായിട്ട് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിംഗ് എന്നുള്ളൊരു സംഭവം നിർത്തിയിട്ടില്ല, അഥവാ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഒരു ഡീപ്പ് തോട്ട്സിലേക്ക് ഇങ്ങനെ മുഴുകി. ആൻഡ് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ദ മല്ലു ഷോയെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ ഞാൻ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ട്
ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഒരു കാര്യങ്ങൾ ചോദിച്ചു. 1 വർഷം തികയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ആഴ്ച. അതുകൊണ്ട് ഈ ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു Q&A എപ്പിസോഡായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അതായിരിക്കും ഞാൻ ചർച്ച ചെയ്യുന്നുള്ളത്. സോ അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി നമ്മൾ സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, 100-ലധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ഏകദേശം എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ സ്വഭാവം തന്നെയാണുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്ന് ഒന്ന് ക്രോഡീകരിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ, ഏകദേശം ഒരു 5, 6, 7 ചോദ്യങ്ങൾ ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച് എല്ലാം വരുന്ന ഒരു ആശയത്തിനടുത്തായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ് ദ ക്വസ്റ്റ്യൻസ്. ആൻഡ് ബിഫോർ ഓഫ് ദാറ്റ്, ഇന്ന് മല്ലു ഷോ ഏകദേശം 57 രാജ്യങ്ങളിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഒരുപാട് ആൾക്കാർ പല രീതിയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് റിപ്ലൈയും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എല്ലാത്തിനും എത്രത്തോളം നന്ദി പറഞ്ഞാൽ മതിയാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം നിങ്ങൾ എൻ്റെ ലൈഫിൽ കഴിഞ്ഞൊരു വർഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മാറ്റം എന്നുള്ളത് ഐ റിയലി ഡോണ്ട് നോ. ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട്, ഒരു വീഡിയോ ക്രിയേറ്ററായിട്ടാണ് ഞാൻ എൻ്റെ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതെങ്കിലും ഇന്ന് ഞാൻ ഒരു പോഡ്കാസ്റ്ററായിട്ടാണ് എന്നെ തന്നെ കാണുന്നത്, അഥവാ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റീസൺ, അഥവാ ദ ബിഗ്ഗസ്റ്റ് റീസൺ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് സോ ഫാർ. ഒരുപാട് മാറ്റങ്ങൾ പല ആളുടെയും ലൈഫിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കാരണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് എന്നുള്ളത്, നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ് എന്നുള്ളതാണ്. സോ വിൽ ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. സോ ഞാൻ പറഞ്ഞ പോലെ 57 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇന്നും എപ്പിസോഡ്സ് ഓരോ ആഴ്ചയും കേൾക്കുന്നുണ്ട്. ഇന്ത്യ തൊട്ട് കുറേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തൊട്ട് ഓസ്ട്രേലിയ തൊട്ട് ഈവൻ പാകിസ്ഥാനിൽ വരെ ആൾക്കാർ എപ്പിസോഡ്സ് ലിസൺ ചെയ്യുന്നുണ്ട്. I'm just too humble to be that, to listen that, to see that. I'm just so grateful for that happening. So thank you so much. And as I said, ഇത് ഒരു വർഷമായിട്ട് മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ ഇനിയും കാണുന്നത് നമ്മൾ ഒരു ബിഗിനർ ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ബിഗിനർ ഫേസ് മേ ബി ഫോർ അനദർ 2 years നമ്മൾ ഈ ഒരു ബിഗിനർ ഫേസിൽ തന്നെ ആയിരിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ് ഫ്രം യു ഗൈസ് അല്ലേ. സോ ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത്, വാട്ട് ചേഞ്ചസ് ആൻഡ് വാല്യൂസ് ബ്രോട്ട് ഇൻ ടു യുവർ ലൈഫ്, അഥവാ ഈ പോഡ്കാസ്റ്റിംഗ് എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ വാല്യൂസാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നല്ലൊരു ചോദ്യമായിരുന്നു, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആസ് എ സെഡ് വലിയൊരു ക്വിറ്ററായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഫ്രാങ്ക്ലി ഐ ക്യാൻ സേ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റ് എല്ലാ കാര്യത്തെയും അത് ബാധിക്കുന്നുള്ളത് വളരെ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ശീലം, പോഡ്കാസ്റ്റിംഗ് എന്നുള്ളൊരു ശീലം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 1 വർഷം ചെയ്യുകയാണ്. ഇതിപ്പം 48th എപ്പിസോഡാണ്. കുറച്ച് എപ്പിസോഡ്സ് അതിൻ്റെ ഇടയിൽ ഞാനൊരു ബ്രേക്കൊക്കെ എടുത്തതിൻ്റെ കാരണം ചെയ്യാണ്ടായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് എ കോൺഷ്യസ് ഡെസിഷൻ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്, ഈ ഒരു കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ്, അഥവാ ഞാൻ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ശീലം എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു സംഭവം കാരണം എനിക്ക് ലൈഫിൽ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയുന്ന മറ്റു പലർക്ക് വേണ്ടിയിട്ടും എന്നിൽ കൂടെ, അഥവാ ഈ പോഡ്കാസ്റ്റിങ്ങിലൂടെ, അഥവാ എനിക്ക് പറ്റുന്ന പല രീതിയിലൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ബീങ് എ ക്വിറ്ററിൽ നിന്ന് ബീങ് എ ട്രയറിലേക്ക് മാറി എന്നുള്ളതാണ്. അഥവാ ഞാനൊരു ക്വിറ്റിംഗ് എന്നുള്ള ശീലം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എന്ന് ഞാൻ പറയില്ല. ബട്ട് ഐ എം ട്രയിങ്, ലൈക്ക് ഓൾവേസ് ഐ എം ട്രയിങ്. ഞാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരു മതിൽ കാണിച്ചിട്ട് ആ ഒരു മതിലിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു മതിൽ കാണിച്ചിട്ട് അത് ഈ വോൾ നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഈവൻ തൊട്ട് നോക്കുകയും കൂടെ ചെയ്യാതെ നമ്മളത് പറ്റില്ല എന്ന് പറയലാണ്. പക്ഷേ ഇന്ന് എന്നോട് ആ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതിലൂടെ കടന്നു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതൊന്ന് പോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഐ വിൽ സേ ഐ ക്യാൻ നോട്ട്. സോ ആ ഒരു ശീലമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഐ ഹാവ് ബിക്കം എ മച്ച് ബെറ്റർ പേഴ്സൺ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഐ എം മോർ ഗ്രേറ്റ്ഫുൾ, ഐ എം മോർ ഹംബിൾ ആൻഡ് ഐ എം മോർ കൈൻഡ്. ആൻഡ് ഈ ഒരു 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരിലും തന്നെ. ലൈക്ക് മറ്റുള്ളവർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും
കുറച്ച് ട്രസ്റ്റും കുറച്ച് ജെനുവിനിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. സോ ഐ കുഡ് ബി ദാറ്റ് പേഴ്സൺ, ലൈക്ക് മേ ബി ഐ കുഡ് വാക്ക് ദാറ്റ് ടോക്ക് എന്നുള്ളതാണ് വാട്ട് ഐ വുഡ് സേ ദ ബിഗ്ഗസ്റ്റ് വാല്യൂ ദാറ്റ് ഐവ് ക്രിയേറ്റഡ് ഇൻ മൈ സെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് ഈസ് വാട്ട്, റൈറ്റ്? സോ അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ കീ ടു കൺസിസ്റ്റൻസി, അഥവാ 3 ചോദ്യങ്ങൾ ഇങ്ങനെ ക്ലബ് ചെയ്തിട്ടുണ്ട്, സിമിലർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ കൺസിസ്റ്റൻ്റായിട്ട് മാറാനുള്ള കീ എന്താണ്? ആൻഡ് വാട്ട് യു ഡു വെൻ യു ഫീൽ ലൈക്ക് നോട്ട് ഡൂയിങ് എനിത്തിങ്? ഒന്നും ചെയ്യേണ്ടെന്ന് തോന്നുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? ഓർ ഹൗ ഡു യു മേക്ക് യുവർ സെൽഫ് ഡു തിങ്സ്? ഓർ ഹൗ ഡു യു മോട്ടിവേറ്റ് യുവർ സെൽഫ്? ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ബേസിക്കലി, അഥവാ കുറേ റീസൺസ് ഉണ്ടെന്നാണ് പറയാം. ബട്ട് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെന്തും ക്ലീഷയായിട്ട് പറയുന്ന പോലെ തന്നെ ഈ ഒരു റീസണാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ മീ ഐ ഹാഡ് ടു ഓവർകം ഓർ ഹെൽപ്പ് മൈസെൽഫ് വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് എൻ്റെ ഒരു വലിയ ദുശീലം, എൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ, അഥവാ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ടായിരുന്ന ഒരു സംഭവം എനിക്ക് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റീസൺ. ആൻഡ് എനിക്ക് മറ്റാരെയും പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഐ ഓൺലി ഹാവ് ടു പ്രൂവ് മൈസെൽഫ്. എനിക്ക് ആ ഒരു റട്ട് സ്റ്റേറ്റിൽ നിന്ന്, അഥവാ ആ ഒരു ബാഡ് സ്റ്റേറ്റിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റീസൺ. അതുകൊണ്ട് തന്നെ ഐ വാസ് നോട്ട് റിയലി വറീഡ് അബൌട്ട് എനിത്തിങ് എൽസ്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. ഓരോരുത്തർക്കും പല കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെ? പല ആൾക്കും പല രീതിയിലുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ദ റീസൺ ഫോർ മീ വാസ് ജസ്റ്റ് ടു നോട്ട് ക്വിറ്റ് സംതിങ്. അത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നുണ്ടായിരുന്ന ഒരു സംഭവം, ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നത് എല്ലാ ബുധനാഴ്ചയും എനിക്കൊരു എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളായിരുന്നു. ആദ്യം തുടക്കത്തിലല്ല, ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ തുടങ്ങിയ സമയത്ത് ആ ഒരു ചൊവ്വാഴ്ച മനസ്സിലാക്കിയ സമയത്ത് മനസ്സിലായി ചൊവ്വാഴ്ച എന്നുള്ളൊരു ടൈം ഫ്രെയിം എനിക്ക് എപ്പിസോഡ് എഡിറ്റ് ചെയ്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം തരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് ചേഞ്ച് ഇൻ ടു വെനസ്ഡേ. ആൻഡ് ആ ഒരു മാറ്റം ഇപ്പം 48ാമത്തെ എപ്പിസോഡാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞൊരു 40 എപ്പിസോഡോളം കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും ബുധനാഴ്ച എപ്പിസോഡ്സ് വരുന്നുണ്ട്. ആൻഡ് അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ലൈക്ക് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ മോട്ടിവേഷൻ. ഐ ജസ്റ്റ് ഫോക്കസ് ഓൺ ഗെറ്റിംഗ് തിങ്സ് ഡൺ. അതാണ് ദ ബിഗ്ഗസ്റ്റ് സീക്രറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഓഫ് ഹൗ ഐ ക്യാൻ ബി കൺസിസ്റ്റൻറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് യു നീഡ് എ സിസ്റ്റം. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും ബുധനാഴ്ച എപ്പിസോഡ് ഇറക്കണം എന്ന് വെച്ചിട്ട് നമുക്ക് ബുധനാഴ്ച എപ്പിസോഡ് ഉണ്ടാവണം എന്നില്ല. ഈവൻ ഇഫ് വി ഡൂ തിങ്സ്, ഓർ നമ്മളൊരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്തതിനാൽ പോലും, അഥവാ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തതിനാൽ, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിനാൽ പോലും നമുക്കൊരു എപ്പിസോഡ് അവിടെ ഇറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റ്, ഒരു കാര്യം അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണമെന്നില്ല. വി നീഡ് എ സിസ്റ്റം ഫോർ ദാറ്റ്. വി നീഡ് എ ഡിസിപ്ലിൻ, എ റൂട്ടീൻ ഫോർ ദാറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലെസൺസ് ഐ ഹവ് ലേൺ ത്രൂ ദിസ് ജേർണി എന്ന് വേണമെങ്കിൽ കൂടെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും, നമുക്കെല്ലാവർക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ചിലപ്പോൾ ബിസിനസ് ഐഡിയാസ് ആവാം, ചിലപ്പം എന്തെങ്കിലും ഓർഗനൈസേഷന് വേണമാവാം, ചിലപ്പം എന്തെങ്കിലും ഇവൻറ്റ്സിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാവാം. പല രീതിയിലുള്ള പല ഐഡിയാസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു എക്സിക്യൂട്ട് ഇറ്റ്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് റീസൺ ഫോർ ദാറ്റ് ഈസ് ദ ലാക്ക് ഓഫ് സിസ്റ്റം വി ഹാവ്. അല്ലെങ്കിൽ നമ്മൾ ഈവൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് പോലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു ഡിസിപ്ലിൻ ഇല്ല. നമ്മൾ ഫ്രീ അല്ല. ലൈക്ക് വി ഓൾവേസ് തിങ്ക് ദാറ്റ് ഓക്കെ വി ഹാവ് ടു ബി ഫ്രീ ഫ്ലോയിങ്, നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ ശരിയാണ്, അങ്ങനെയാണ് നമ്മൾ ഫ്രീഡം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബട്ട് വാട്ട് ഐ ഹവ് ഒബ്സർവ്ഡ് ഇസ് ദാറ്റ് നമുക്ക് നമ്മുടേതായ, നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഒരു ഡിസിപ്ലിൻ, നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ ഒരു റൂട്ടീൻ, നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് വേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്രീഡം കിട്ടുന്നുള്ളൂ, നമുക്ക് നമ്മുടെ സ്പേസ് കിട്ടുന്നുള്ളൂ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതല്ല. സോ ദി ആൻസേഴ്സ് കുഡ് ബി ഹാവിങ് എ പ്രോപ്പർ വൈ, എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. ആൻഡ് സ്റ്റിക്ക് ടു ദാറ്റ്, ബി ജെനുവിൻ ടു ദാറ്റ് എന്നുള്ളതാണ്. നമുക്ക് നമ്മളോട് ജെനുവിൻ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, നമ്മുടെ വൈ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സീക്രട്ട് എന്നുള്ളത്. ബട്ട് അതിൻ്റെ കൂടെ യു ഷുഡ് ബി ഹാവിങ് എ സിസ്റ്റം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒബ്വിയസ്ലി യെസ്, ഐ എം എ ഹ്യൂമൻ ബീങ്. സോ all this motivation that come from others, like what you can just call it as validation, yes, right? So ഞാൻ എന്നും വാലിഡേഷൻ എന്നുള്ളൊരു സംഭവം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് മാറ്റി നിർത്തുന്ന ഒരാളാണ്, ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എസ്പെഷ്യലി ആദ്യത്തെ 25 എപ്പിസോഡ് വരെ ഞാൻ സത്യം പറഞ്ഞാൽ എന്നും ഇരുന്നിട്ട് ഞാനിങ്ങനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പിൻ്റെ അനലിറ്റിക്സ് എന്ന് നോക്കും, നമ്പേഴ്സ് നോക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇന്ന് ഇത്ര പ്ലേസ് ആയി, ഇന്ന് ഇത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഇത്ര രാജ്യമായിട്ടുണ്ട്, കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ബട്ട് നൗ ഐ ഡോണ്ട് ഡു ദാറ്റ്. എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്സ് ഇല്ല. ഞാൻ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, ബേസിക്കലി വീക്ക്ലി വൺസ് മാത്രമാണ് ഞാൻ ആക്ച്വലി ഈ ഒരു നമ്പേഴ്സ് കാണുന്നത്. ആൻഡ് ഐ ഡോണ്ട് റിയലി ഗിവ് എന്താ പറയുക മച്ച് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് നൗ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഐ ആം ജസ്റ്റ് ലുക്കിംഗ് ഫോർ അനദർ 2 years or 3 years more
ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു 25 എപ്പിസോഡ് ഞാൻ എന്നും കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു. ഐ വാസ് സോ ഹാപ്പി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25,000 പ്ലേസ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യ ഒരു സമയത്ത്. ബട്ട് ദെൻ ഐ thought, okay, this is not like അതെന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഓവർവെൽംഡ് ആക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് ജസ്റ്റ് കമ്പയറിങ് മൈ സെൽഫ് വിത്ത് അതേഴ്സ് ആൻഡ് അത് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒഴിവാക്കേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്നെ ഭയങ്കരമായിട്ട് കോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് കോൺഷ്യസ് ഡിസിഷൻ എടുത്ത് കോസ് ഓക്കെ അടുത്തൊരു 100 എപ്പിസോഡ് ആവുന്നത് വരെ, ലൈക്ക് ഇപ്പം നമ്മൾ 40th എപ്പിസോഡാണ്, ഇനിയൊരു 52 എപ്പിസോഡ് കൂടി ഐ എം നോട്ട് ഗോയിങ് ടു കൗണ്ട് ദ നമ്പേഴ്സ്, അഥവാ ഐ എം ജസ്റ്റ് നോട്ട് ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദ നമ്പേഴ്സ്. And I'm just going to genuinely do and try and experiment with however I want to create the episodes. എങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരണം, ഏതൊക്കെ ടൈപ്പ് എപ്പിസോഡ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് കോൺസെപ്റ്റ്സ്, ഏതൊക്കെ ടൈപ്പ് ടോപ്പിക്സ് കൊണ്ടുവരണം, ഹൗ ടു സ്ട്രക്ചർ ആൻ എപ്പിസോഡ്, എങ്ങനെ എഡിറ്റിംഗ് പഠിക്കണം, എങ്ങനെ ബെറ്റർ ക്വാളിറ്റിയിൽ എപ്പിസോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. Experimentation is what I'm trying or learning right now, and that is beautiful thing because കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നും എല്ലാ എപ്പിസോഡ് ചെയ്യുന്ന സമയത്തും ഐ ട്രൈ ടു ഡു സംതിങ് ന്യൂ. എല്ലാ എപ്പിസോഡിലും നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന സമയത്ത് യു ഡോണ്ട് സീ മച്ച് ചേഞ്ചസ്. അഥവാ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു 5 എപ്പിസോഡിലൊരു പെർട്ടിക്കുലർ തീമായിരിക്കും ഉണ്ടാവുക, അതിന് ശേഷം ഒരു 5 എപ്പിസോഡ് വരുന്ന സമയത്തേക്ക് കാര്യങ്ങൾ പിന്നെ മാറും, പിന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ എഡിറ്റിങ്ങിലാവാം, ചിലപ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാവാം, ചിലപ്പോൾ ഓഡിയോ ക്വാളിറ്റിയിലാവാം. സോ ഐ എം ജസ്റ്റ് ഓൾവേസ് ജെനുവൻലി ട്രൈങ് ടു ഡു സംതിങ് ന്യൂ ആൻഡ് ദാറ്റ് ഈസ് a great thing to do because നമ്മൾ ഒരിക്കലും ബോർ അടിക്കുന്നില്ല. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അഗെയിൻ ഐ എം ഓൾവേസ് ജസ്റ്റ് തിങ്കിങ് ഓഫ് ഓക്കെ ഈ ആഴ്ച എന്ത് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. സോ ഐ എം ജസ്റ്റ് വെരി ഇൻട്രസ്റ്റഡ് ടു ഡു ദാറ്റ്, എക്സൈറ്റഡ് ടു ഡു ദാറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ റീസൺ ഫോർ മീ ടു കണ്ടിന്യൂ ഡൂയിങ് തിങ്സ് വോട്ട് ഐ ഡു ആസ് വെൽ എന്നാണെങ്കിൽ പറയാം. സോ ഓൾവേസ് ജസ്റ്റ് ഐ ഡോണ്ട് നോ ലൈക്ക് ഞാനൊരു അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് അർഹനാണെന്ന് എനിക്കറിയില്ല. ബട്ട് if you want to do something in life, just create a system around that. അഥവാ create a routine, a method of your own around it. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് പല ആൾക്കാരും. നമ്മളെപ്പോഴും പോയിട്ട് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാണ് ബില്യണേഴ്സ് ലൈക്ക് മോർണിംഗ് റൂട്ടീൻ, ദിസ് റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ക്രിയേറ്റ് എ സിസ്റ്റം ദാറ്റ് വർക്ക്സ് ഫോർ യു. അഥവാ നിങ്ങളുടേതായ ഒരു സ്വന്തം സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് തിങ് ടു ഡു, റൈറ്റ്? അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ തിങ് യു വിൽ ടെൽ സംവൺ ഹൂ ലാക്ക് ക്ലാരിറ്റി അബൌട്ട് വാട്ട്സ് നെക്സ്റ്റ്. ഓക്കെ, സോ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇത് അയച്ച ആൾക്കാരുടെ ഒരു അക്കൗണ്ടിൻ്റെ ഒരു സംഭവം കൂടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹൂ വാസ് ദാറ്റ് സെൻഡിങ് ദിസ്. ലൈക്ക് ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻസ് ആണ്, ഒരുപാട് ആൾക്കാർ ഓൺട്രപ്രനേഴ്സ് ആണ്, ഒരുപാട് ആൾക്കാർ എന്താ പറയുക മോംപ്രനേഴ്സ് ആണ്, സോളോപ്രനേഴ്സ് ആണ്, ചില ആൾക്കാർ കോളേജ് സ്റ്റുഡൻസ് ആണ്, ചില ആൾക്കാർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. സോ ജീവിതത്തിൻ്റെ പല ഡൈവേഴ്സിറ്റിയിലുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസിലുള്ള ആൾക്കാരാണ് ഇത് മെസ്സേജ് ഉണ്ടായിരുന്നത്. സോ ഇറ്റ്സ് എ ജനറൽ ആൻസർ ഐ തിങ്ക് ദാറ്റ് എവരി വൺ ഈസ് എക്സ്പെക്ടിങ് ഓവർ ഹിയർ അല്ലേ. സോ ഇഫ് യു ലാക്ക് ക്ലാരിറ്റി വോട്ട് ടു ഡു നെക്സ്റ്റ്, ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് ഐ തിങ്ക് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഐ വാസ് ടോക്കിംഗ് ടു ദിസ് ബ്യൂട്ടിഫുൾ ഗസ്റ്റ് ആൻഡ് വാട്ട് ഹി ടോൾഡ് മീ വാസ് നമ്മുടെ ലൈഫ് എന്നുള്ളത് ലൈക്ക് ഈ ലൈഫിൻ്റെ ഇടയിൽ നമ്മൾ ആക്ച്വലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോർ ക്ലാരിറ്റിയാണ്. എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോർ ക്ലാരിറ്റിയാണ്. അതെങ്ങനെ നമുക്ക് ഒരു ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ വൺ വേർഡ് ആൻസർ ഫോർ ദാറ്റ്. അഥവാ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ ഇല്ല. ബിക്കോസ് ലൈഫ് ഈസ് ഓൾ അബൌട്ട് ബീങ് മോർ ക്ലിയർ ആൻഡ് ക്ലിയർ. അതിനൊരു എൻഡിങ് ഇല്ല. ആസ് യു ഗോ ഓൺ യു ഫൈൻഡ് വേസ് ടു build more clarity or find ways to create more clarity in life. And അതിന് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ക്ലാരിറ്റി ആൻഡ് ലിവിങ് യുവർ ലൈഫ് എവറി ഡേ ബൈ ഡേ. കാരണം നമുക്കെല്ലാവർക്കും ഇനി എന്തെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ആർക്കും ഉണ്ടാവില്ല. ജസ്റ്റ് ഗോ ടു ഹൂ എവർ ഇറ്റ് ഈസ്. ലൈക്ക് ലോകത്തിൽ ഏത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ എടുത്തു കഴിഞ്ഞാലും ആർക്കും വ്യക്തമായിട്ടൊരു ആൻസർ ഉണ്ടാവില്ല ഫോർ ദാറ്റ് വാട്ട് ഈസ് ദ ക്ലിയർ നെക്സ്റ്റ് തിങ് എന്നുള്ളത്. ഈവൻ ഇഫ് ദേ ഹാവ് പ്ലാൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റിൽ ദർ വിൽ ബി അൺസർട്ടനിറ്റി ഇൻ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ബിക്കോസ് ഓഫ് ദാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ബേസിക്കലി just if you ask me, I believe in a motto called as seek discomfort, right? അഥവാ നമുക്ക് ഡിസ്കംഫർട്ടിന് അഥവാ നമ്മുടെ കംഫർട്ട് സോണിൻ്റെ പുറത്താണ് നമ്മുടെ ഏറ്റവും ലൈഫിൻ്റെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ഓർ ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വുഡ് സേ നിങ്ങളുടെ ലൈഫിൽ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി ഓപ്പൺ ഫോർ ദി എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് ലൈഫ് ഇസ് ത്രോയിങ് അറ്റ് യു ഓർ ജസ്റ്റ് ക്രിയേറ്റ് യുവർ ഓൺ എക്സ്പെരിമെൻറ്റ്സ് ഇൻ ലൈഫ്. അഥവാ ആസ് ഐ സെഡ്
ഞാൻ ഇന്നേ വരെ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഓൾ അബൌട്ട് എടുത്ത് ചാടൽ, റൈറ്റ്? ആൻഡ് ഐ എം സ്റ്റിൽ ഡൂയിങ് ഇറ്റ് എവറി ഡേ, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് മച്ച് ക്ലാരിറ്റി ഓൺ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ബട്ട് ഐ എം ജസ്റ്റ് basically excited to see what is going to happen because of that, right? So just life angane edukalla, just just you will never have complete clarity, but if you know what the next step, just take that next step and just think from there, right? Nammal ഒരു ബുക്ക് ഉണ്ട്, ദ ബോയ് ആൻഡ് ദ മ്യൂൾ ആൻഡ് ദ ഹോഴ്സ്, ഐ ഫോർഗോട്ട് ദ നെയിം. അതിൽ പറയുന്ന ഒരു കോട്ട് ഉണ്ട്. ബേസിക്കലി ഒരു ബോയ് അതിലുള്ള ക്യാരക്ടറാണ്. ഹി വാസ് സോ കൺഫ്യൂസ്, ഹി വാസ് ഓവർ തിങ്കിങ് വാട്ട് ടു ഡു നെക്സ്റ്റ്. ഹി വാസ് നോട്ട് അവേ, ലൈക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഹോഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, ഡു യു നോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഓർ ഡു യു നോ ഹൗ ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദെൻ ടേക്ക് ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് തിങ്ക് വാട്ട് ഇസ് നെക്സ്റ്റ്. സോ നമ്മൾ ഇനിയുള്ളൊരു അടുത്ത 10 സ്റ്റെപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് ആ ഒരു സ്റ്റെപ്പിലുണ്ടാകുന്ന ഒരു ഔട്ട്കം അഥവാ റിസൾട്ട് മാറിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു 10 കാര്യങ്ങളോ അതേപോലെ നടക്കണമെന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് പ്ലാനിങ് ദ നെക്സ്റ്റ് 10 തിങ്സ് ഔട്ട്. ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് പ്ലാനിങ് ദ നെക്സ്റ്റ് തിങ് ഔട്ട്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മളിപ്പോൾ ഉള്ളിടത്തുനിന്ന് ഇനി അടുത്ത് എന്ത് കാര്യങ്ങൾ ഇനി അടുത്ത് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പ്ലാനിങ് 10 years ahead or 5 years ahead. നമ്മളെപ്പോഴും ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, where do you see yourself in 5 years, 10 years എന്നതൊക്കെ. അതിനുള്ള ക്ലീഷേ ആൻസറാണ്, I don't know where I'll be in 5 years, but I'm just looking forward to learn and this and that. ആ ആൻസർ ജെനുവൻലി നിങ്ങൾ പറയുകയാണെങ്കിൽ it has a lot to do with what you are going to expect, right? So if you want to basically answer this question, how to find more clarity, അഥവാ ക്ലാരിറ്റി ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാന്നുള്ളത്, don't have clarity. If you don't have it, you will not find a complete clarity of what is life going to be. If you know what to do next, just do that and see what happens. Just take life as life and enjoy the uncertainty, because celebrating uncertainty is something not everyone does. നമ്മൾ എടുത്തു നോക്കിയിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് മാറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ തോമസ് ആൽവ എഡിസൺ ഓർ എന്താ പറയുക മാർക്കോണി, ആരെ അയക്കുന്നതിനാലും ദേ ഓൾ ഹാവ് believed in the uncertainty, or just celebrated the uncertainty of life or their inventions. അല്ലേ, എഡീസനൊക്കെ ഒരുപാട് thousands of inventions ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്തിട്ടാണ് അവസാനം ബൾബിലെത്തുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് വെരി ബ്യൂട്ടിഫുൾ ഹൗ the life could take you if you enjoy the uncertainty. കാരണം നമ്മളൊരു കാര്യത്തിൽ അത് തന്നെ നടക്കണം എന്ന് വെച്ചിട്ട് ആ കാര്യം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിൽ that could hurt you. But if you don't have any expectation, if you're uncertain about things, and if things happens out, that is if life surprises you with what you do, that ultimately will make you happier, and that will ultimately make you even more excited about life. So that would be my answer for that, because എനിക്കും പ്രത്യേകിച്ച് ലൈഫിലുള്ള ക്ലാരിറ്റി ഒന്നുമില്ല. ഐ എം ഓൾവേസ് അപ്പ് ഫോർ എടുത്ത ചാനൽ, ആൻഡ് ഐ എം ജസ്റ്റ് എൻജോയിങ് ദാറ്റ് പ്രോസസ്, ആൻഡ് ഐ വുഡ് ജസ്റ്റ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദാറ്റ് ടു എവറി സിംഗിൾ പേഴ്സൺ ആസ് വെൽ. സോ അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെസ്റ്റ് ലേണിങ്സ് ഡ്യൂറിങ് ദിസ് ജേർണി അഥവാ എക്സ്പീരിയൻസ് ഓഫ് 1 year ഓഫ് പോഡ്കാസ്റ്റിംഗ് എന്നുള്ളതാണ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ബെസ്റ്റ് ലേണിംഗ്, ഒരുപാട് ലേണിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ് എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നുള്ളതാണ്, ഞാൻ എന്നുള്ളൊരു വ്യക്തി ഞാൻ ഇത്രയും വർഷം ജീവിച്ചിട്ട് ഹാവ് ഐ ലിവ്ഡ് ഇനഫ്, അഥവാ എൻ്റെ ലൈഫ് ഒരു വേർത്തി ആയിട്ടുള്ളൊരു ലൈഫാണ്, അഥവാ എനിക്ക് കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ, അഥവാ ഡു ഐ റിയലി മാറ്റർ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സെൽഫായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് വരുന്നതാണ്. ആൻഡ് വാട്ട് മൈ ആൻസർ ഫോർ ദാറ്റ് വുഡ് ബി, നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ്. വി ആർ ഓൾ a lot more than what we really think we are. I genuinely believe that, because നിങ്ങൾ പറയുന്ന ചിലപ്പോൾ നിങ്ങളിടുന്ന ഒരു ഫോട്ടോ ആയിരിക്കാം, അതിനടിയിലൊരു ക്യാപ്ഷൻ ആയിരിക്കാം, who read that, how that affect a person, how that really matters to a person, how that uplifts the mood of a person, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം അയാളുടെ ലൈഫിൽ അഥവാ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു മാറ്റം, അഥവാ നിങ്ങൾ അയാളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഒരു ന്യൂറൽ കണക്ഷൻസ്, പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെയാണ് കാണുന്നത്, എവിടേക്കാണ് കാണുന്നത്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് കാണുന്നതെന്ന് you cannot predict that. ഞാൻ തുടങ്ങിയ സമയത്ത് I would definitely still not believe that 57 രാജ്യങ്ങളിൽ ആൾക്കാർ കേൾക്കുന്നുണ്ടെന്നുള്ളത്. If you just look into that, you can see people from Russia, you can see people from Kyrgyzstan, Afghanistan, Pakistan, Nigeria, Namibia, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. But I don't know how that is affecting them. But you can say that you're making a difference somehow, knowingly or unknowingly, in some people's lives. And that is the most beautiful thing about it. Like namakku I believe that
the general purpose what we have, like നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു common purpose what we have is to leave this place better than how it was when we came, അല്ലേ? And I believe that all of us can do that. You know, we just if you just believe in yourself and what you do and just trust, you go see, the time will ultimately show you that you really matter, because it is how it is. നമ്മൾ പലപ്പോഴും yesterday ഇന്നലെ ഞാൻ I was just talking to a friend because she was told that she's not going to make it. Okay, she is എന്താ പറയുക, ഒരു UPSC aspirant ആണ്. And അവളുടെ പോസ്റ്റിൻ്റെ കോമൻസിൻ്റെ there are a lot of people who admires her. Okay, and അതിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തു, യു ആർ നോട്ട് ഗോണ മേക്ക് ഇറ്റ്. ആൻഡ് ദാറ്റ് റിയലി അഫക്റ്റഡ് ഹെർ എ ലോട്ട്. ഒരുപാട് ഭയങ്കര മോശമായിട്ട് അത് എഫക്റ്റ് ചെയ്തു. ദാറ്റ്സ് വാട്ട്, ലൈക്ക് നമ്മൾ എന്ത് കാര്യം തുടങ്ങുന്ന സമയത്തും ഒരുപാട് ആൾക്കാർ തുടക്കത്തിൽ നമ്മൾ ചോദിക്കുക, ഇതൊക്കെ സംഭവമാണോ? ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ നോക്കി നിൽക്കും. ചിലപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. ആൻഡ് വെൻ യു സ്റ്റാർട്ട് ദാറ്റ്, ആൾക്കാർ പറയും ഇവന് വട്ടാണ്, ഇവനും ചെയ്തിട്ടൊന്നും നടക്കാണ്ട് പോകുന്നില്ല. നോബഡി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് യു, ദേ ഗോയിങ് ടു ജസ്റ്റ് മോക്ക് യു ഔട്ട് ഓഫ് ദാറ്റ്, റൈറ്റ്? ആൻഡ് കുറേ കാലം ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. വെൻ യു സ്റ്റാർട്ട് കണ്ടിന്യൂസ്ലി ഡൂയിങ് ദാറ്റ്, ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി റെസ്പോൺസ് അറ്റ് ഓൾ. ഒരു റെസ്പോൺസ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല, ആരും തിരിഞ്ഞു വെക്കാൻ വേണ്ടി പോകുന്നില്ല. ബട്ട് വെൻ യു ഫൈനലി മേക്ക് ഇറ്റ്, കുറച്ച് ആൾക്കാർ, ഇപ്പോൾ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ 10 ആൾക്കാർ മാത്രമേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, 90 ആൾക്കാർ നിങ്ങൾക്ക് എതിരായിരിക്കും. ബിക്കോസ് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ, ഹ്യൂമൻസ്, ഇഫ് യു ജസ്റ്റ് ടേക്ക് ആൻ ആനിമൽ സൈക്കോളജി, നമുക്ക് മറ്റുള്ളവർ നന്നാവുന്നത് nobody likes. Because if you just think of the evolution, it is always the survival of the fittest. Fittest അവിടെ ചെറിയൊരു പോപ്പുലേഷൻ ആണ്. ആൻഡ് വെൻ ദേ സർവൈവ്, ഒബ്വിയസ്ലി മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദേ വിൽ ബി അഗെയിൻസ്റ്റ് ദാറ്റ്. സോ ജസ്റ്റ് സിമ്പിൾ ആസ് ദാറ്റ്. ബട്ട് നോബഡി ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ്, അല്ലേ? ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഞാനത് പറഞ്ഞു സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോഡ് ആൻഡ് ലോഡ് ആൻഡ് ലോഡ്. നമ്മൾ ഒരു ബഗ് അഥവാ ഒരു സ്പീഷീസിൽ ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ മറ്റൊരു സ്പീഷീസിലേക്ക് പോയിട്ട് അവിടെ റീപ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഓവർ ദി ഇയേഴ്സ് ദാറ്റ് പോപ്പുലേഷൻ കുഡ് എന്താ പറയുക ഇൻക്രീസ് ഇറ്റ്സ് നമ്പർ ആൻഡ് ഇറ്റ് കുഡ് ക്രിയേറ്റ് എ ന്യൂ സ്പീഷീസ് ഓവർ ദർ, എ ബെറ്റർ സ്പീഷീസ് ഓവർ ദർ. അത് വേറെ ഒരാൾ കാരണം ഉണ്ടായിട്ടുള്ളൊരു റീസൺ ആണ്. ബട്ട് ദാറ്റ് ഹാപ്പൻഡ് ഓവർ ഇയേഴ്സ്, അല്ലേ? ഇറ്റ്സ് എ പ്രോഗ്രഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ ലൈൻ. ഇറ്റ് ഈസ് ജസ്റ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? സോ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഇയേഴ്സ്, ബട്ട് അൾട്ടിമേറ്റ്ലി നോബഡി ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ എവ്രിബഡി ഗോട്ട് എ സ്റ്റോറി. എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. ആൻഡ് ദാറ്റ് പ്രൂവ് മീ, ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ദാറ്റ് ഐ ബിലീവ്ഡ് ഹാസ് പ്രൂവ് മീ ഇൻ ദിസ് 1 year, ഐ വുഡ് സേ. ആൻഡ് റീസെൻ്റ്ലി ഐ മെറ്റ് ദിസ് അമേസിംഗ് പേഴ്സൺ. കഴിഞ്ഞ വർഷം when I started podcasting, I met this amazing person and she had a beautiful story. She had a beautiful story in the sense, a beautiful story of suffering and how she overcame that. And recently, couple of days ago, she got recognized for that when she finally took courage to share it out to the world. എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. And as I said, nobody is too small to make a difference. We are all a lot more than that. Another thing could be we are not going to know everything at any particular time. നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള, അഥവാ ദ ബെസ്റ്റ് ആയിട്ടുള്ള, അഥവാ ദ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് വി ഹാവ് ടു ഡു ദാറ്റ്. യു ഷുഡ് നോട്ട് ബി സ്റ്റോപ്പിംഗ് അറ്റ് സം പ്ലേസ് ആൻഡ് തിങ്കിങ്, okay, how do I figure it out? No, you just take one step, next step and next step, and that is how you figure it out. നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് ഒരിക്കലും നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കൊരു മൗണ്ടൈൻ്റെ പീക്കിലെത്താതെ അതിനേക്കാളും വലിയൊരു പീക്കാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇഫ് യു ജസ്റ്റ് തിങ്ക് ഓഫ്, okay, how this is the peak, and you just try to plan everything out at that place without even climbing that, you'll never get to know that there is another peak that you may have to climb, അല്ലേ? ഓർ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് അടുത്തൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അവിടെ ചളിയാണെങ്കിൽ we might just fall down. So it's always about taking the next step and thinking what you can do to take the next step. Just that's the thing. Another thing is that നമ്മൾ ആരൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത്, you cannot even imagine. What I have understood is that I have met hundreds of amazing people, hundreds of beautiful, genuine people, and ഇന്ന് ഞാൻ അവരായിട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഐ ലേൺ എ ലോട്ട് ഫ്രം ദം ആൻഡ് ദേ ഇൻസ്പയർ മീ ഇൻ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് വേസ്. Some of them are crazy talented, some of them are having good intentions, some of them are kind, some of them are genuine, some of them are good critics, some of them are good creators, some of them are, all of them are incredible human beings. So you don't know who you'll meet. You'll meet some amazing people and they will help you without even expecting anything in return. That's the beauty of what you do consistently or try to make a difference in the world. And that is what I have been learned, the biggest lessons. Apart from that, what will I say? Yeah, the importance of discipline and knowing yourself. Yes, the biggest learning, the biggest learning I would say is basically,
I got to know myself more, better. Right? എനിക്ക് എന്നെ തന്നെ കുറിച്ച് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി സാധിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആസെറ്റ് ഐ വുഡ് സേ ഓഫ് or the biggest reward, not the asset, the biggest reward of what I've been doing so far. And that's the best thing, this beauty of this, because കാരണം only if you know yourself, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ശരിക്കും അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ you can take better life decisions and everything around you, like everything what you need for you, and only that can create happiness and success for you. And that's the best thing ever happened. Yeah, and another biggest lesson I would say is how I define success and happiness, that has changed, and that is the biggest lesson. The biggest lesson is what is success and what is happiness. I know what is success and what is happiness right now for me, and because of that adonde thanne what I know is, and that is going to change. What is success and what is happiness is going to change as you live life. For me, success right now is completely on my terms. If ഞാനത് നിങ്ങളോട് what is success to me എന്ന് പറഞ്ഞാൽ that's not going to make any sense for you. Never going to make any sense for you. And if you ask me what is happiness, and I told you what is happiness to what is happiness, that is also not going to make any sense to you. So these are the biggest lessons that I have had. കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഇതൊന്നും എഴുതിയ ഇഷ്ടമൊന്നുമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയത്, അതുകൊണ്ടാണ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. വിൽ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം. ദിസ് ഈസ് അഗെയിൻ കമ്മിങ് ഫ്രം the reason for why I'm sitting over here, that is after us മലയാളീസിൻ്റെ ഹോസ്റ്റ് ആയിട്ടുള്ള അവർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അവർ റീസെൻ്റ്ലി ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അവരുടെ ലൈക്ക് വിയർഡസ്റ്റ് ഡ്രീംസും ഫാൻറ്റസീനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള. സോ ദെയർ ക്വസ്റ്റ്യൻ ഈസ് എൻ്റെ ഏറ്റവും വിയർഡസ്റ്റ് ആയിട്ട് അഥവാ ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഡ്രീംസ്. ആൻഡ് ദിസ് ഇസ് അഗെയിൻ ഐം ജസ്റ്റ് ക്ലബിങ് ഇറ്റ് ബിക്കോസ് ഒരുപാട് ആൾക്കാർ വാട്ട് ഈസ് എ ഡ്രീം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് വൈ ഐം ജസ്റ്റ് ക്ലബിങ് ദിസ് ക്വസ്റ്റ്യൻ ഔട്ട്. സോ ദി ആൻസർ ഫോർ ദിസ് ഇസ് as I said, I always wanted to be a creator, okay, be an educator ennu veninga parayam, or I wanted to make difference in the world, okay. And something, if I say, if my wildest dreams or the craziest dreams I have related to the podcast, I would say ee oru sambhavam eniki maatiyittu I want to make this onto a live something that everyone comes in to learn and get better in life. അതായത് not as a podcast. This podcast eventually, if I don't know, if like ഞാനെന്നും I believe in me, okay. So because of that, I would say in few years I see, or I want this to be something as എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ഓപ്ര വിൻഫ്രേ ഷോ എന്നൊക്കെ പറയുന്ന പോലെ, അഥവാ something like that, NBC എന്നൊക്കെ പറയുന്ന പോലെ, I want this to be a platform or a channel where you can find everything you need in your life. And it's not just me, it's not going to be just me. I don't want this to be just me or just one name. ഒരുപാട് ആൾക്കാർ, and they come and they share this as a common platform for helping people out, and that is what my craziest dream about this is about, or wildest dream is this about. I don't know, it may happen or it may not happen, but this is my dream and this is what I'm working towards, I could say. So adutha chodyam, what are plans ahead? Okay, so plans ahead, genuinely for the next 2-3 years, experiment with whatever I can, bring in people who can help out people, and bring in people who I can learn from. ആൾക്കാർ ഒരിക്കലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മൾ മലയാളീസ്, വി ആർ വെരി ബിഗ് ഫോളോവേഴ്സ് ഓഫ് സംവൺ എൽസ്. നമ്മൾ ഒതൻറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി ഇഫ് യു ജസ്റ്റ് തിങ്ക് ഇൻ എ നമ്പർ, പാറ്റേൺസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതോ ഇൻവെൻഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഐ എം ജസ്റ്റ് എൻ ഇൻ്റലക്ച്വൽ നേർഡ്, ഓക്കെ. ഐ മൈറ്റ് ബി ബോറിങ്. ദിസ് ഇസ് ഓൾസോ അനദർ ലെസൺ ഐ ഹവ് ലേൺഡ്. ഐ എം എ വെരി ബോറിങ് പേഴ്സൺ, okay, because my interests are very different from others. I'm a very intellectual nerd എന്ന് വേണമെങ്കിൽ പറയാം. ബുജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. I was called that, but I'm okay with that. So because of that, again, what I want to again accomplish is that ഇപ്പം നമ്മൾ, I know it's number 1 self-improvement podcast in Malayalam, but I want this to be the number 1 education podcast, അഥവാ number 1 the smartest podcast, അഥവാ the number 1 intellectual podcast
maybe in India at first phase, or like maybe in Kerala at first phase, or South India at the first phase. That is what I want to do. Like I want to talk about crazy topics. നമ്മൾ ഒരിക്കലും സംസാരിക്കാത്ത science and fiction and chemistry and this biology and more detailed ആയിട്ട് scientifically കാര്യങ്ങൾ I want to educate things up to everyone, how to change life, how to take control of their life. I want to discuss that in a much more detailed way. I want to bring in doctors, engineers, neuroscientists, scientists in general, and experts at the fields, and I want just to get into their brain and get the maximum out of it. And also I want to improve as a person, evolve as a person, help me help others in a better way. കുറേ കാര്യങ്ങൾ പഠിക്കണം, and that is what I'm just trying to do right now. That is what my plan ahead is basically. And what else? ഇതൊക്കെ തന്നെ. Like basically I want to just rebrand the podcast into the best educational podcast over here. That is what I'm just trying to look forward to, right? ഏത് മേഖലയിലുള്ള ആൾക്കാർക്കും വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇതെന്ന് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ട് ഇത് മാറ്റണം. ദാറ്റ് ഈസ് വാട്ട് ദ പ്ലാൻ അഹെഡ് ഇസ്. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ടു ഹെൽപ്പ്. ഐ തിങ്ക് ഐ ഹവ് ടോൾഡ് ദിസ് അ ലോട്ട് ബിഫോർ. എനിക്ക് ഉള്ള ഒരു maybe I would say one of the big dreams that I want to accomplish is also I want to help create 1 million jobs, especially for women. Women ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വോണ്ട് ടു ഹെൽപ്പ് അറ്റ്ലീസ്റ്റ് 1 million people all around, especially എന്താ പറയുക in India. I want to create 1 million jobs basically. And apart from that, I want to help എന്താ പറയുക raise funds for charities. അതേപോലെ തന്നെ എന്താ പറയുക help people with their education and be a better human being, take control of their life, learn about mental health, and also to help them. എന്താ പറയുക നമ്മൾ recently I don't know whether I'm fortunate or unfortunate to have this, because the thing is ഒരാഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും some stranger would call me, and why they call me is basically because അവർ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ, മെൻ്റലി സഫർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഒന്നെങ്കിൽ വീട്ടിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ള രീതിയിലേക്കും കോൾ ചെയ്യാൻ വേണ്ടി പറ്റുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്കതുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിലും what happens is I could speak with them, I could listen to them and help them in whatever ways I can. And I want to just leverage that, the scale that up to something where they can be themselves and they should എന്താ പറയുക, അവർക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ഐ വോണ്ട് ടു ജസ്റ്റ് ടേക്ക് ഇറ്റ്, റൈറ്റ്? സോ ദീസ് ആർ ദ പ്ലാൻസ്. ഇറ്റ്സ് എ ബിഗ് പ്ലാൻ, ബട്ട് ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. വിൽ റീച്ച് ദെയർ സം ഡേ, വിൽ റീച്ച് ദെയർ വെരി സൂൺ, inshallah. Okay, and one last question which I have written over here, that is 3 things you wish to tell everyone. ഇത് ഞാൻ യൂഷ്വലി എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, but it's been asked to me. So what will be the 3 things, or what are the 3 things that I will say others, or I would say others? One, you are not too small to make a difference. You're too awesome. You can make a difference. And your difference എന്നുള്ളത്, it could be at your house, your home, നിങ്ങളുടെ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിരിക്കാം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ it could be to someone who you even doesn't know. But every time you put out something, you expect, you understand that you're making a difference. Okay, that is one thing. Another thing is that be kind and be honest and be true to yourself. That is, നമ്മൾ എപ്പോഴും just if I give a simple example, I know a lot of creators, even if I take a podcaster or like എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, they kind of fake it, I would say. Even I have done that. Okay, like you fake it, because in the sense what you do is you think, okay, hey, this is happening with me and this is happening with me, like I'm this, I'm that. Kore reedilullor kind of oru fake image we create outside, not just based on content creation, whether it is entrepreneurs, whether it is whoever it is, right? We create an imaginary persona out there. I'm not saying it's bad, but just don't sell that out.
Okay, just don't be a salesman of a fake image of who you are. Just be genuine, be kind. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക, ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് യു ക്യാൻ ഓൺലി മേക്ക് എ ഡിഫറൻസ് ടു യുവർ ലൈഫ് ഓൺലി ഇഫ് യു മേക്ക് എ ഡിഫറൻസ് ഇൻ അതർ പീപ്പിൾസ് ലൈഫ്. യു കനോട്ട് മേക്ക് ഇറ്റ് അലോൺ. ഐ ജെനുവലി ഫ്രാങ്ക്ലി ബിലീവ് ദിസ്. ഐ തിങ്ക് ഞാൻ ഇതിന് മുന്നേ കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ദ തിങ് ഇസ്, ക്യാൻ യു മേക്ക് ഇറ്റ് അലോൺ? അഥവാ നിങ്ങൾക്ക് ക്യാൻ യു ബി സക്സസ്ഫുൾ അലോൺ? ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ, ബിക്കോസ് യു ഹാവ് ടു ഹെൽപ്പ് ഔട്ട് സം വൺ, റൈറ്റ്? ഒറ്റയ്ക്കുള്ള ജേർണി ആയിരിക്കാം, ബട്ട് യു ഹാവ് ടു ഹെൽപ്പ് ഔട്ട് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ somehow, and only then you can make it. Or you will also need help some ways, but you will ultimately, you will say you're self-made, but that is BS. Okay, so that is the thing. Be kind, be honest, be genuine. Only then you can do brutally or honestly what you want to do with your life. Otherwise, ഒരു particular time it will all just fall down. Just don't take chance for that. And finally, what will I add up? What will I add up as the third thing is basically, don't be motivated, be consistent. Yeah, okay. So don't be motivated, be consistent. That is, ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ just don't think of, okay, hey, I'll do this when this happened. No. Just start doing things. And കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. Just don't think of, I'll do when I'm I'm having a good mood and all that. No, just force yourself to to start action. Otherwise, just follow the 5 seconds rule, the 5-minute rule. Okay, if I ask what is 5-second rule, ഒരു കാര്യം ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുക. 5 minutes വെച്ചാൽ ഒരു കാര്യം ചെയ്യണം തോന്നില്ലെങ്കിൽ ജസ്റ്റ് ഫോഴ്സ് യുവർ സെൽഫ് ഫോർ ഡൂയിങ് ദാറ്റ് ഫോർ 5 minutes, ആൻഡ് യു വിൽ ultimately be doing that for a long time. So these are the final things. So the third thing I would say, I would add up to everyone. So finally, thank you so much. വളരെ ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡാണെന്ന് എനിക്കറിയാം. ഇത് എത്രത്തോളം ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഐ നോ it's going to be very less people, but ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ just make it yourself. Just keep it with yourself. And also, if you feel that this could help someone out, just send this to someone out as well, because ultimately we only make difference through sharing. നമ്മളൊരിക്കലും നമ്മളിലേക്ക് ഒരു സാധനം വെച്ചിട്ട് we are not going to make a difference. We are going to make a difference only if we share it out and spread it out, right? So yeah, that's it. And എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ just comment below. That's it from my side. So thank you so much, everyone. I'm just so genuinely grateful for all of you. And this is the 40th episode. I'm Rizwan Ramzan. This is the Mallu Show. Right now, the number one self-improvement podcast in Malayalam. Soon going to be the number one educational podcast in Malayalam. So take care. Malayali parakate ennu paranjondu nirthana. Have a fantastic, great day. Wishing you an amazing life ahead, and may all your dreams come true. May you be showered with success, happiness, as how you define it for yourself. And ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഹാപ്പി ആവാനും റിച്ച് ആവാനും ഹെൽത്തി ആവാനും വെൽത്തി ആവാനും ഒക്കെ സാധിക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ള ലൈഫിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽത്തി ആക്കാനും അവരെ ഹാപ്പി ആക്കാനും അവരെ റിച്ച് ആക്കാനും കാര്യങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. Thank you so much for listening.